എനിക്ക് സംശയമാണ് മാറൊരു കാര്യം. ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. അതിൻ്റെ ഇടയിൽ 4 ഡോക്യുമെൻ്റ് ഞാൻ ബഹുമാനപ്പെട്ട DGP കൊടുത്തിരുന്നു. എന്താ ഡോക്യുമെൻ്റ്? ഈ അജിത് കുമാർ കോടിക്കണക്കിന് രൂപക്ക് വാങ്ങിയ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ്. അതിലൊരു ഇഞ്ച് മാറാൻ കഴിയില്ല. അന്വേഷിക്കണ്ട, ഡോക്യുമെൻ്റ് മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന മറ്റേ ഡോക്യുമെൻ്റ്. അപ്പോൾ ഇതിങ്ങനെ നോക്കുമ്പോൾ ഈ അന്വേഷണം നടക്കുന്നു. പിന്നെ കാണുന്നുണ്ട, വിജിലൻസ് അന്വേഷണത്തിന് 6 മാസം സമയം കൊടുത്തു. അപ്പം എനിക്ക് കംപ്ലീറ്റ് ആയി. കാരണം ഇത് എവിഡൻ്റ് ആണ്. ഇതിന് 4 ദിവസം മതി. തിരുവനന്തപുരം അങ്ങാടിയിലെ ഈ പറയുന്ന സെക്രട്ടേറിയറ്റിൻ്റെ ചുറ്റുമാണ് ഈ സ്ഥലങ്ങൾ. അതിൻ്റെ ഡോക്യുമെൻ്റാണ് കൊടുത്തിട്ടുള്ളത്. ആ സ്പോട്ടിൽ സസ്പെൻഡ് ചെയ്യുക. സ്പോട്ടിൽ അതും കൂടെ ചെയ്യാതായപ്പോൾ എന്തായി? എനിക്ക് ഉറപ്പായി. ഇനിയിപ്പോൾ ഈ 2 ഡോക്യുമെൻ്റ് നമുക്ക് ഡോക്യുമെൻ്റ് കിട്ടിയിട്ടില്ല, പത്രക്കാർക്ക് തരാനുള്ളതാണ്. നിങ്ങളിത് മനസ്സിലാക്കണം. ഈ ചങ്ങാതി, ഈ എന്താ പറയുക, മഹാനായ സത്യസന്ധനായ ഏറ്റവും നല്ല ആത്മാർത്ഥതയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനായ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ചങ്ങാതി ഈ സാധനം വാങ്ങിയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഈ 33,80,017 രൂപ ഒരു പൈസന്റെ ചെക്കില്ല, ക്യാഷ്. 33,80,100 രൂപ അജിത് കുമാർ പൈസ കൊടുക്കുക. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഡോക്യുമെന്റാ. അജിത് കുമാർ ആയതുകൊണ്ടാണ്. ഇവിടെയാണ് അധികാര ദുർവിനിയോഗം. ഇതിനൊന്ന് ഡിസ്മിസ് ചെയ്യപ്പം, മനസ്സിലായോ? ഈ ഡോക്യുമെന്റ് വാങ്ങുന്നു, 10 ദിവസം കൊണ്ട് എല്ലാ പേപ്പറും കിട്ടുന്നു, അത് കഴിയുന്നു. പിന്നെന്താ ചെയ്തത്? 10ാമത്തെ ദിവസം 2016 ഫെബ്രുവരി 29 19 തീയതി വാങ്ങുന്നു, 29 തീയതിക്ക് വെക്കുന്നു. എത്രക്കാ? 65 ലക്ഷം രൂപയ്ക്ക് ഫുള്ള് പൈസ. റിസീവ്ഡ് 65 lakhs ക്യാഷ്. ഈ സാധനം കൊടുത്തത് DGPക്ക്. ഇവനെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി താലോലിച്ച് താലത്തിരിച്ച് നടക്കുന്നത്. ഇതിനപ്പുറമുള്ള തെളിവെന്താ വേണ്ടത്? ഈ വിഷയത്തിൽ സസ്പെൻഡ് ചെയ്യാലോ. എന്താ സസ്പെൻഡ് ചെയ്യാത്തത്? മകനും മരുമകനും നമ്മൾ അദ്ദേഹത്തിന് മാറുന്നുണ്ടോ എന്ന് അദ്ദേഹം പരിശോധിക്കണം. സ്വന്തം മകനാണോ മരുമകന്റെ രീതിയിലുള്ള അങ്കിൾ എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരുണ്ട്. ഞാനിതൊക്കെ കേട്ടപ്പോൾ വെറുതെ വിചാരിച്ചിരുന്നു. മനസ്സിലായോ? അങ്കിൾ. പാർട്ടി സഖാക്കൾ പരിശോധിച്ചോട്ടെ, നേതാക്കൾ പരിശോധിക്കട്ടെ. എങ്ങോട്ടൊക്കെ ഈ പോക്ക്? എന്നിട്ട് എന്താ എൻ്റെ ബാരിക്കേഡ്? പാർട്ടി ലൈൻ. പ്രിയപ്പെട്ട സഖാക്കൾ, എന്താണ് ഈ പാർട്ടി? നമുക്ക് അതൊന്ന് പറയാം. പാർട്ടി ലൈനിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ഈ നേതാക്കന്മാർ. എന്താണ് ഈ പാർട്ടി? ഈ പാർട്ടി എന്തിനു വേണ്ടിയിട്ടുണ്ടായതാ? ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഈ നാട്ടിലെ സാധാരണക്കാർക്കും പാവങ്ങൾക്കും തൊഴിലാളികൾക്കും കഷ്ടപ്പെടുന്നവർക്കും നീതി നിഷേധിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തി അവരെ നീതി ഉറപ്പുവരുത്തി കൊടുക്കാനും സമൂഹത്തിലെ അവരുടെ പിന്നോക്കാവസ്ഥ മാറ്റി സമൂഹത്തിൻ്റെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരിക. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാനപരമായ തത്വം. ഞാൻ കമ്മ്യൂണിസം പഠിച്ചിട്ടില്ല. 95% സഖാക്കളും കമ്മ്യൂണിസം പഠിച്ചിട്ടാ. മാർക്സും ആംഗൽസും കാണാതെ പഠിച്ചിട്ടാണോ കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ളത്? ഒരിക്കലുമല്ല. ഈ പാർട്ടിയുടെ അടിസ്ഥാനപരമായ നയം ഈ പാവങ്ങളെ സ്നേഹിക്കുകയാണ്. മറ്റൊരെക്കാട്ടിലും നല്ലത് ഇവരാണ്. അത് പല ഘട്ടങ്ങളിലായി തെളിയിച്ചിട്ടുള്ളൊരു പാർട്ടിയാണ്. ആ ഒരു ഉദ്ദേശം, വർഗീയതക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന പാർട്ടി. ഇന്ന് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർ തർക്കില്ല. ആ 3-4 ആദർശത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പാർട്ടി നിൽക്കുന്നത്. അതാണ് പാർട്ടി. ആ പാർട്ടി അണികൾക്ക് വേണ്ടിയാണ് ഈ പാർട്ടി നേതൃത്വം പ്രവർത്തിക്കേണ്ടത്. ആ സീമകളാണ് ലംഘിക്കാൻ പാടില്ലാത്തത്. എന്നാൽ പാർട്ടി എന്ന് പറഞ്ഞ് ഇവരെ മുഴുവൻ ഭീഷണിപ്പെടുത്തി ഒരഭിപ്രായ സ്വാതന്ത്ര്യവും ഒരു പാർട്ടി നേതാവിനും ഉച്ചരിക്കാൻ കഴിയാത്ത വിധം. ഇപ്പം നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ്, അദ്ദേഹം മനസ്സുകൊണ്ട് പറഞ്ഞാണോ? നിങ്ങളൊന്ന് പറ. മനസ്സുകൊണ്ടല്ലല്ലോ പറഞ്ഞത്, നിവൃത്തികേട് കൊണ്ട് പറയാം, അല്ലേ?